പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ മര്യാദ പുരുഷോത്തമൻ ശ്രീരാമനെ ഗരഭൂഷണ തൃശിരസുകളെയും അവയുടെ സൈന്യത്തെയും വധിച്ച ശേഷമുള്ള അത്യുഗ്രഭാവത്തിൽ ചതുർബാഹു മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും ഭഗവാന്റെ ഇരുവശത്തായി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവർ ഊരകത്തമ്മയും ചേർപ്പിലമ്മയുമാണെന്ന് വിശ്വസിച്ചു വരുന്നു. തൃശൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗത്തായി നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ തൃപ്രയാർ എന്ന സ്ഥലത്ത് കരുവന്നൂർ പുഴയുടെ കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തൃശൂർ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ നാലമ്പലങ്ങളിലെ ആദ്യ ക്ഷേത്രമാണിത്. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചയ്ക്കു മുമ്പ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് അത്യുത്തമമായി വിശ്വസിക്കപ്പെടുന്നു. നിരവധി ആളുകളാണ് തദവസരത്തിൽ ഇവിടെ എത്തിച്ചേരുന്നത്. തൃപ്രയാർ ഗ്രാമത്തിന്റെ ഒത്ത നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ക്ഷേത്രത്തിന് മുന്നിലൂടെ തൃപ്രയാർ പുഴ ഒഴുകുന്നു. ഇവിടെ ഒരു ഗോപുരവും നടപ്പന്തലും പണിതിട്ടുണ്ട്. ഇരുനിലകളോടുകൂടിയ ഈ ഗോപുരത്തിൽ ഒരു വശത്ത് സേതുബന്ധനത്തിന്റെ ഒരു ചുവർ ചിത്രം വരച്ചു ചേർത്തിട്ടുമുണ്ട്. അകത്തു കടന്നാൽ പടിഞ്ഞാറേ നടയിൽ ഒരു ആനക്കൊട്ടിൽ കാണാം. ദർശനവശമായ കിഴക്കുഭാഗത്ത് ആനക്കൊട്ടിലും ശീവേലിപ്പുരയും കാണാം. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. കിഴക്കുഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പടവുകളുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ മീനൂട്ടിന് ഇവിടെ പ്രത്യേകം കടവുമുണ്ട്. ഈ ക്ഷേത്രത്തിലെയും നാലമ്പലത്തിലെ മറ്റു 3 വിഗ്രഹങ്ങൾ ദ്വാപര യുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജ ഏറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ്. ദ്വാരകാപുരിയുടെ ഒത്ത നടുക്ക് ഒരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ കാലത്ത് രാമനും സഹോദരങ്ങൾക്കുമായി ദ്വാരകയ്ക്ക് ചുറ്റും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവത്രേ. അദ്ദേഹം ദിവസവും പത്നിമാരൊത്ത് ഇവിടെ പ്രാർത്ഥിക്കുവാനായി വന്നിരുന്നു. പിന്നീട് കൃഷ്ണൻ സ്വർഗാരോഹണം നടത്തി. ശേഷം ദ്വാരക കടലെടുത്തു പോവുകയും ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെട്ടു പോവുകയും ചെയ്തു. അതിൽ ബാക്കിയായത് ഈ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നുവെന്നും പിന്നീടവ കടലിനടിയിലാവുകയും ചെയ്തു അത്രേ. നാളുകൾക്ക് ശേഷം അറബിക്കടലിൽ മീൻ പിടിക്കുവാൻ പോയ മുക്കുവർക്ക് ഈ 4 വിഗ്രഹങ്ങളും ലഭിക്കുകയും അവരതിനെ ജ്യോത്സ്യൻ കൂടിയായ വാക്കിയിൽ കൈമളിനെ ഏൽപ്പിക്കുകയും ചെയ്തു. വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം തുടർന്ന് മന്ത്രശക്തി ഉപയോഗിച്ച് വിഗ്രഹങ്ങളിൽ നിന്ന് 4 പ്രാവുകളെ സൃഷ്ടിച്ചു. അവ ചെന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അതാത് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കാനും ഉത്തരവായി. ശ്രീരാമ വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് ചെന്നിരുന്നത് കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ്. ഭരത വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കുലീപ്പനി തീർത്ഥക്കരയിലെ കൂടൽമാണിക്യത്തും, ലക്ഷ്മണ വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് ചാലക്കുടിപ്പുഴയുടെ തീരത്തെ മൂഴിക്കുളത്തും, ശത്രുഘ്ന വിഗ്രഹത്തിൽ നിന്നു വന്ന പ്രാവ് കൂടൽമാണിക്യത്തിനടുത്ത് പായമ്മലിനും ചെന്നിരുന്നു. ഇവിടങ്ങളിലെല്ലാം തുടർന്ന് 4 മഹാക്ഷേത്രങ്ങൾ ഉയർന്നു വന്നു. രാമായണ മാസമായ കർക്കിടകത്തിൽ ഉച്ചപൂജയ്ക്ക് മുമ്പ് ഈ ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നത് മഹാപുണ്യമായി വിശ്വസിച്ചു പോരുന്നു. കിഴക്കേ നടയിൽ തന്നെയാണ് ബലിക്കൽ പുരയും സ്ഥിതി ചെയ്യുന്നത്. നല്ല ഉയരമുള്ള ബലിക്കല്ലാണ് ഇവിടുത്തേത്. അതിനാൽ പുറത്തു നിന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണാൻ കഴിയില്ല. ഐതിഹ്യപ്രകാരം ഇവിടെ ബലിക്കല്ല് നിൽക്കുന്ന സ്ഥലത്താണ് ശ്രീരാമ വിഗ്രഹത്തിലെ പ്രാവ് വന്നിരുന്നത്. അത് പ്രതിഷ്ഠ കഴിഞ്ഞുണ്ടായതാണെന്ന് വിശ്വസിച്ചു വരുന്നു. അതിനാൽ ഈ ബലിക്കല്ലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആദ്യം ഇളകിക്കൊണ്ടിരുന്ന ഈ ബലിക്കല്ല് ഉറപ്പിച്ചത് നാറാണത്ത് ഭ്രാന്തനാണെന്ന് വിശ്വാസമുണ്ട്. ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിന്റെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ
വെടിവഴിപാടിന്റെ പ്രാധാന്യവും ഒപ്പം പ്രധാന പ്രതിഷ്ഠയുടെ ശക്തിയും കാണിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. തന്റെ പടയോട്ടത്തിനിടയിൽ ടിപ്പു സുൽത്താൻ തൃപ്രയാർ ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ അതിഘോരമായ വെടിശബ്ദം കേൾക്കാനിടയായി. സമീപവാസികളോട് അന്വേഷിച്ചപ്പോൾ അത് തൃപ്രയാർ ക്ഷേത്രത്തിലെ ശ്രീരാമസ്വാമിക്ക് വെക്കുന്ന വെടിവഴിപാടാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. തുടർന്ന് ക്ഷേത്രം തകർക്കുന്നതിന്റെ ഭാഗമായി സുൽത്താൻ പൊട്ടിക്കാൻ വെച്ചിരുന്ന കതിനകളെല്ലാം കൊണ്ടുപോയി പുഴയിലെറിഞ്ഞു. എന്നിട്ട് തേവർക്ക് ശക്തിയുണ്ടെങ്കിൽ കതിനകളെല്ലാം വെള്ളത്തിൽ കിടന്ന് പൊട്ടട്ടെ എന്നുറക്കെ പറയുകയും പറഞ്ഞ ഉടനെ കതിനകൾ വെള്ളത്തിൽ കിടന്ന് പൊട്ടുകയും ജാള്യതയേറ്റ സുൽത്താൻ ഉടനെ സ്ഥലം വിടുകയും ചെയ്തുവെന്നാണ് കഥകൾ പറയുന്നത്. ആര്യാഗമനത്തിനു മുന്ന് ഇതൊരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു. ശാസ്താവായിരുന്നു പ്രതിഷ്ഠ. പിന്നീട് ആര്യവൽക്കരണത്തിനു ശേഷം ശാസ്താവിന്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും പകരം ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കരിങ്കല്ലിൽ തീർത്ത ഈ ക്ഷേത്രത്തിന് ഏകദേശം 160 അടി ചുറ്റളവുണ്ട്. ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണ്ണ താഴികക്കുടത്തോടുകൂടി ശോഭിക്കുന്നു. അകത്തോട്ട് കടക്കാനുള്ള പടികൾ 3 എണ്ണമുണ്ട്. ശ്രീകോവിലിനകത്ത് 2 മുറികളാണുള്ളത്. അവയിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം, 6 അടിയിലധികം ഉയരം വരുന്ന ആഞ്ജനേയ ശിലാനിർമ്മിതമായ വിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്രയാറപ്പൻ കുടികൊള്ളുന്നു. ഗരൻ, ഭൂഷണൻ, തൃശിരസ് എന്നീ 3 രാക്ഷസന്മാരുടെയും അവരുടെ 10,000 പടയാളികളെയും വെറും 3.25 നാഴിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം പ്രദർശിപ്പിച്ച വിശ്വരൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ രൂപമെന്ന് വിശ്വസിച്ചു വരുന്നു. ചതുർബാഹുവായ ശ്രീരാമസ്വാമി പുറകിലെ വലതു കൈയിൽ തന്റെ വില്ലായ കോദണ്ഡവും പുറകിലെ ഇടതു കൈയിൽ സുദർശന ചക്രവും മുന്നിലെ വലതു കൈയിൽ അക്ഷമാലയും മുന്നിലെ ഇടതു കൈയിൽ പഞ്ചജന്യം എന്ന ശംഖും ധരിച്ചിരിക്കുന്നു. മുന്നിലെ വലതു കൈ അഭയമുദ്രാങ്കിതം കൂടിയാണ്. മേൽപ്പറഞ്ഞതു പ്രകാരം തൃപ്രയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യത്തോടു കൂടിയ മൂർത്തിയാണ്. അതായത് ഭഗവാന്റെ കൈകളിലെ ശംഖുചക്രങ്ങൾ വിഷ്ണുവിനെയും കോദണ്ഡം ശിവന്റെയും അക്ഷമാല ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നു. ഖരവധത്തിന് ശേഷമുള്ള ഭഗവാനായതിനാൽ അത്യുഗ്രമൂർത്തി കൂടിയാണ് ഭഗവാൻ. ഈ ഉഗ്രത കുറയ്ക്കാനെന്ന സങ്കല്പത്തിൽ ഭഗവാന്റെ ഇരുവശവും ലക്ഷ്മി ദേവിയെയും ഭൂമി ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇത് വില്ലുമംഗലം സ്വാമിയാർ ചെയ്തതാണെന്നാണ് വിശ്വസിച്ചു വരുന്നത്. ശ്രീകോവിലിൽ മനോഹരമായ ചുവർ ചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അലംകൃതമാണ്. കഴുക്കോലുകളുടെ നിർമ്മാണ രീതി തന്നെ അത്യത്ഭുതകരമാണ്. ഓരോ കഴുക്കോലും താങ്ങി നിർത്താൻ പാകത്തിൽ ദേവരൂപങ്ങളും മനുഷ്യരൂപങ്ങളും കാണാം. ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തിയും ഗണപതിയും സാന്നിധ്യമരുളുന്നു. തൃപ്രയാറിലെ ശൈവ ചൈതന്യത്തിന്റെ പ്രതീകമാണ് 2 പ്രതിഷ്ഠകളും. പടിഞ്ഞാറേ നടയിൽ ഒരു അടഞ്ഞ വാതിൽ കാണാം. അവിടെ ദേവി സാന്നിധ്യമാകുന്നതായി പറയപ്പെടുന്നു. ഇവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഐതിഹ്യപ്രകാരം അനന്തൻകാട് തേടിപ്പോകുന്ന വഴിയിൽ തൃപ്രയാറിലെത്തിയ വില്ലുമംഗലം സ്വാമിയാർ ദേവിമാർ പൂജ നടത്തി പടിഞ്ഞാറേ വാതിലിലൂടെ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്നത് കാണുകയും തുടർന്ന് അദ്ദേഹം ഓടിച്ചെന്ന് ആരും കാണാതെ വാതിൽ കൊട്ടിയടയ്ക്കുകയും ചെയ്തു. അങ്ങനെ ദേവീ സാന്നിധ്യം അവിടെ നിത്യമായി. ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠകളുണ്ട്. ഒന്ന് ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയ്ക്കൊപ്പവും മറ്റേത് തെക്കു പടിഞ്ഞാറേ മൂലയിൽ പ്രത്യേകം ശ്രീകോവിലിലുമാണ്. ആദ്യത്തെ പ്രതിഷ്ഠ തെക്കോട്ടും രണ്ടാമത്തേത് കിഴക്കോട്ടും ദർശനമായി കുടികൊള്ളുന്നു. രണ്ടിടത്തും വിഗ്രഹങ്ങൾക്ക് ഏതാണ്ട് 3 അടി ഉയരം കാണും. ശിലാവിഗ്രഹങ്ങളാണ് രണ്ടും. വിഘ്നേശ്വര പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന ഗണപതി ഹോമം നടത്തി വരുന്നുണ്ട്. ഒറ്റയപ്പം, മോദകം, കറുകമാല തുടങ്ങിയവയാണ് ഗണപതി ഭഗവാന് മറ്റ് പ്രധാന വഴിപാടുകൾ. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായി ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരം വരുന്ന ശിവലിംഗമാണ് ദക്ഷിണാമൂർത്തി ഭാവത്തിൽ പൂജിച്ചു വരുന്നത്. ധാര, പിൻവിളക്ക്, കോവളമാല തുടങ്ങിയവയാണ് ദക്ഷിണാമൂർത്തിയുടെ പ്രധാന വഴിപാടുകൾ. നാലമ്പലത്തിന് പുറത്ത് തെക്കുഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് താരക ബ്രഹ്മമൂർത്തിയായ ശാസ്താവിന്റെ പ്രതിഷ്ഠ. അമൃതകലശം കയ്യിലേന്തിയ അപൂർവ പ്രതിഷ്ഠയാണ് ഇവിടെ ശാസ്താവിന്.
തന്മൂലം രോഗശാന്തിക്ക് ഇവിടുത്തെ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. 3 അടി ഉയരം വരുന്ന ഇരിക്കുന്ന രൂപത്തിലുള്ള ശാസ്താവിന് നീരാഞ്ജനമാണ് പ്രധാന വഴിപാട്. മണ്ഡലകാലത്ത് ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഈ നടയിൽ വെച്ചാണ് മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതും. നാലമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്ത് പ്രത്യേക ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠ. ഗോശാല കൃഷ്ണനാണ് പ്രതിഷ്ഠാ സങ്കല്പം. തന്മൂലം ശ്രീകോവിലിന് ചുറ്റും ഒരു ഗോശാലയുടെ ആകൃതിയിൽ പ്രദക്ഷിണ വഴി പണിതിട്ടുണ്ട്. ഒരു കൈയിൽ കാലിക്കോലും മറുകൈയിൽ ഓടക്കുഴലും ഏന്തിയ ഭാവത്തിലാണ് ഇവിടെ ശ്രീകൃഷ്ണ പ്രതിഷ്ഠ. 3 അടി ഉയരം വരുന്ന ശിലാവിഗ്രഹമാണ് ഇവിടെ. പാൽപായസം, തൃക്കൈവെണ്ണ, ചന്ദനം ചാർത്തൽ, തുളസിമാല തുടങ്ങിയവയാണ് ശ്രീകൃഷ്ണ ഭഗവാന് പ്രധാന വഴിപാടുകൾ. ശ്രീരാമദാസനായ ഹനുമാൻ സ്വാമിക്ക് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലെങ്കിലും ശ്രീലകത്ത് അദ്ദേഹം അദൃശ്യനായി കുടികൊള്ളുന്നുവെന്ന് വിശ്വസിച്ചു പോരുന്നു. രാമനാമം ജപിക്കുന്ന ഇടങ്ങളിലെല്ലാം ഹനുമാൻ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഹൈന്ദവ വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഹനുമാനെ സങ്കല്പിച്ച് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഹനുമത് പ്രീതിക്കായി ക്ഷേത്രത്തിൽ നിത്യേന സുന്ദരകാന്ഡം വായിച്ചു വരുന്നു. അവിൽ നിവേദ്യവും പ്രധാനമാണ്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയില്ലാത്ത മറ്റൊരു സങ്കല്പമാണ് ചാത്തൻ. തൃപ്രയാറിനടുത്തുള്ള പെരിങ്ങോട്ടുകര ഗ്രാമത്തിൽ കുടികൊള്ളുന്ന വിഷ്ണുമായ ചാത്തനാണ് ഈ പ്രതിഷ്ഠയെന്ന് വിശ്വസിച്ചു വരുന്നു. ഉച്ചപൂജ കഴിഞ്ഞ് തൃപ്രയാർ ക്ഷേത്രം അടച്ച ശേഷമാണ് പെരിങ്ങോട്ടുകര ശ്രീ വിഷ്ണുമായ ദേവസ്ഥാനം തുറക്കുന്നത്. ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിന്റെ പേര് ചാത്തൻ ഭണ്ഡാരം എന്നാണ്. ക്ഷേത്രത്തിലെ ഭണ്ഡാരം കാക്കുന്നത് ചാത്തനാണെന്ന വിശ്വാസം കൊണ്ടാണ് ഇതിനെ ചാത്തൻ ഭണ്ഡാരം എന്ന് വിളിക്കുന്നത്. ചാത്തന്റെ ഉപദ്രവങ്ങൾ തീർക്കാൻ തൃപ്രയാറപ്പനെ ഭജിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിച്ചു വരുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമാണ് വൃശ്ചിക മാസത്തിലെ കറുത്ത ഏകാദശി ദിവസം നടത്തിവരുന്ന തൃപ്രയാർ ഏകാദശി. സാധാരണയായി വൈഷ്ണവ ദേവാലയങ്ങളിൽ വെളുത്ത ഏകാദശിയാണ് വിശേഷമായി ആചരിച്ചു വരുന്നത്. തൃപ്രയാറിൽ കറുത്ത ഏകാദശി ആചരിച്ചു വരുന്നതിന് കാരണമായി പറയപ്പെടുന്നത് ഭഗവാന്റെ ശൈവ ചൈതന്യമാണ്. വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി ഗുരുവായൂർ ഏകാദശിയായി അറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവമേളകളിൽ ഒന്നായ മീനമാസത്തിലെ ആറാട്ടുപുഴ പൂരം. സീതാദേവിയെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ കടലിനു കുറുകെ ചിറകെട്ടിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും കന്നിമാസത്തിലെ തിരുവോണ നാളിൽ തൃപ്രയാർ തേവർ സേതു നിർമ്മിക്കുന്നിടമാണ് തൃപ്രയാറിനടുത്തുള്ള ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറ. ചിറ നിർമ്മാണ സമയത്ത് പങ്കെടുത്ത് സേതുബന്ധനത്തിൽ ഒരു പിടി മണ്ണ് സമർപ്പിക്കുന്നത് ഭക്തർ പുണ്യമായി കരുതുന്നു. അന്ന് മണ്ണ് വാരി ഇടുന്നതിന് സാധിക്കാത്തവർ പിന്നീട് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ശേഷം ഇവിടെ വന്ന് സ്വന്തം വാസസ്ഥലത്തു നിന്നും ശേഖരിച്ച ഒരു പിടി മണ്ണ് സമർപ്പിക്കാറുണ്ട്. മണ്ണ് സമർപ്പിക്കുന്ന ചടങ്ങാണ് സേതുബന്ധന വന്ദനം. ചിങ്ങമാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് തൃപ്രയാർ പുഴയിൽ വള്ളംകളി നടത്തി വരുന്നുണ്ട്. തൃപ്രയാർ ജലോത്സവം എന്നറിയപ്പെടുന്ന ഈ വള്ളംകളി 2004 തുടങ്ങിയത്. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. പുലർച്ചെ 3 മണിക്ക് നിയമവെടിയോടെ ഭഗവാനെ പള്ളിയുണർത്തി 3:30 നട തുറക്കുന്നു. 11:30 ഉച്ച ശീവേലിയും നടത്തി ഉച്ചയ്ക്ക് 12 മണിയോടെ നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. 7:30 അത്താഴ പൂജയും 8 മണിക്ക് അത്താഴ ശീവേലിയും നടത്തുന്നു. ശീവേലിക്ക് ശേഷം രാത്രി 9 മണിയോടെ വീണ്ടും നട അടയ്ക്കുന്നു. വിശേഷ ദിവസങ്ങളിലും ഗ്രഹണ ദിവസങ്ങളിലും പൂജാ സമയത്തിൽ മാറ്റമുണ്ടാകും. ത്രിമൂർത്തി ചൈതന്യമുള്ള ഭഗവാന് മീനൂട്ട്, വെടിവഴിപാട്, കളഭാഭിഷേകം, പാൽപായസം, ഉദയാസ്തമയ പൂജ തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ജില്ലാ ആസ്ഥാനമായ തൃശൂരിൽ നിന്ന് വാടാനപ്പള്ളി വഴി ഏകദേശം 24 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ദേശീയപാത വഴി 23 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. എറണാകുളത്ത് നിന്നും ദേശീയപാത വഴി ഏതാണ്ട് 60 കിലോമീറ്ററാണ് ദൂരം. ശ്രീദേവി ഭൂദേവി സമേതനും ഉഗ്രമൂർത്തിയുമായ തൃപ്രയാറപ്പന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുകയാണ്.